ഹായ് ഫ്രണ്ട്സ്, ഇന്നും നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് നമുക്ക് ഒന്നുകൂടി വേറെ റെസിപ്പിയാണ്. പലർക്കും പൊന്നാങ്കണ്ണി ചീര ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നത്തെ വീഡിയോ കഴിഞ്ഞ്. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ മിക്കവർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. എന്തായാലും വളരെ ടേസ്റ്റി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഇത് നമുക്ക് ചെയ്ത് നോക്കാം. നല്ല പച്ച ഇലകളും ചുമന്ന കളറുള്ള തണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടി പോലെയാണ് ഈ ചീര. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ണിന് വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. മുട്ട ഇടുന്നത് കൊണ്ട് കുറച്ച് കടുക് മതിയാവും, ആവശ്യത്തിന് മാത്രം. പിന്നെ അതിലേക്കൊരു വലിയ സവാള കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായി നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരുവിധം ഒരു നല്ല മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്കതിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഒരു സ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലിപ്പോൾ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അത് ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മുട്ട ഇടുമ്പോൾ അപ്പം തന്നെ നമ്മളത് ചിക്കി എടുക്കരുത്. അതൊന്ന് 1 സെക്കൻഡ് 2 സെക്കൻഡ് കിടന്നിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ എന്നതിന് ശേഷം ചിക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും. കുറേ സമയവും വേണ്ടി വരും പിന്നെ അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ. അപ്പോൾ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചിക്കി കൊടുത്താൽ മതി. ഈ മുട്ട ചിക്കിയത് നന്നായി ഒരു വിധം ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര കൂടി ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിൽ നിന്നും നല്ലതുപോലെ ചിക്കിയെടുക്കണം. അങ്ങനെ ചീരയും മുട്ടയും എല്ലാം കൂടിയിട്ട് നന്നായി ചിക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ കഴിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇനി നെക്സ്റ്റ് ടൈം ഇതുപോലെ പൊന്നാങ്കണ്ണി ചീര എന്നല്ല ഏത് ചീര കിട്ടിയാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.